കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന് പരാതി. വൃക്കയിലെ കല്ല് നീക്കാൻ നടത്തിയ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായെന്നാണ് ആരോപണം. വാണിമൽ സ്വദേശി റീജിത്താണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പോലീസിനും കുടുംബം പരാതി നൽകി. യൂറോളജി ഡോക്ടർ വേണുഗോപാലിനെതിരെയാണ് പരാതി. പെട്ടെന്ന് തന്നെ വന്ന് 2 ദിവസം കൊണ്ട് സർജറി ഡേറ്റ് തന്നി. 6-ാം തീയതി അടുത്ത ഡോക്ടർ ഒ പി തന്നെ സർജറി ഡേറ്റ് തന്നി. അന്ന് തന്നെ ചെയ്യുകയും ചെയ്ത് അങ്ങ് പോവുകയും ചെയ്ത്. പിന്നെ അന്ന് ഇപ്പോൾ മലബാർ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇടത് ഭാഗത്ത് ചെയ്യേണ്ടത് വലത് ഭാഗത്ത് ചെയ്ത് വലത് ഭാഗത്ത് ക്ലിനിക് കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ഇപ്പൊ ആശുപത്രി സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ നമ്മൾ ചോദിക്കുമ്പോൾ ഇവര് സമ്മതിക്കുന്ന ഒരു മറുപടി വേണുഗോപാൽ സാർ ഇതുവരെ തന്നിട്ടില്ല. ഒന്നും ചോദിച്ചില്ല. അസിസ്റ്റന്റുമാർ ഡോക്ടർമാർ പറയുമ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് ICU ഒരു കൺസെന്റ് മേടിക്കാൻ വേണ്ടി അടുത്തേക്ക് പോയി. ഫുൾ ടൈം ഉച്ചവരെ ഇരുന്നിട്ടും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങില്ല. ഉള്ളിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്ത് തന്നു. ഉള്ളിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വരുന്നില്ല. അത്രയും നമ്മളെ ഫേസ് ചെയ്യാൻ ഡോക്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്കതിൽ നിന്ന് മനസ്സിലായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കാണുകയൊക്കെ ചെയ്തോ? ചിലപ്പോൾ ഈ സർജറി ഫസ്റ്റ് സർജറി ചെയ്തപ്പോൾ വേദന മാറാണ്ടായപ്പോൾ അടുത്തുള്ള പേഷ്യൻസ് ഒക്കെ പറഞ്ഞ് ഡോക്ടറെ പൈസ കൊടുത്തില്ലെന്ന് വെച്ചില്ല. ഞങ്ങൾ പൈസ കൊടുത്തില്ല എന്നാണ്. അങ്ങനെ ഡോക്ടർക്ക് പിറ്റേന്ന് ഫസ്റ്റ് സർജറി 2ാം ദിവസം വീട്ടിൽ പോയി 5000 രൂപ കൊടുക്കുകയും ചെയ്തു. പൈസ വാങ്ങിച്ചു. ഡോക്ടർ വാങ്ങിക്കുകയും ചെയ്തു. അത് ഇവിടുത്തെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണല്ലേ. ഇവിടെ ഹോസ്പിറ്റലിൽ സർജറി ചെയ്യണമെങ്കിൽ ഡോക്ടറെ വീട്ടിൽ പോയി പൈസ കൊടുക്കണമെന്നുള്ള കീഴ്വഴക്കുണ്ടെന്ന് ഇവിടുത്തെ പേഷ്യൻസ് ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്ത് വീട്ടിൽ പോയി പൈസ മേടിക്കുകയും ചെയ്തു ഡോക്ടർ. പക്ഷേ അതിനുശേഷം ഡോക്ടർ എന്തിരിക്കില്ല, ഇതേ ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് വേറൊന്നും ചെയ്തില്ല. എല്ലാവർക്കും ഇങ്ങനെയാണെന്നാണ്. 46 വയസ്സായിട്ടുള്ളൂ. നിങ്ങൾ എപ്പോഴാണ് ആദ്യ പരാതി കൊടുക്കുന്നത്? ഇതിനു മുമ്പ് ഈ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതി കൊടുക്കുന്നത്. കാരണം ചികിത്സ പിഴവുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ വരുന്ന കാണിക്കുന്ന പോകുന്നതാണ് നമ്മളിതിനെ പറ്റി മനസ്സിലാക്കിയില്ല. മെഡിസിൻ ഇങ്ങനെ എല്ലാ ആഴ്ചയും കൊടുക്കും. അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക തന്നെ. ഈ പഴുപ്പിട്ട് മാറുന്നില്ല. വേദന അസഹ്യമായ വേദന സഹിച്ചുകൊണ്ടിരിക്കുക. 10 മാസം കൊണ്ട് 10 മാസവും ഹോസ്പിറ്റലിൽ തന്നെ. ഈ ആദ്യ പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അല്ലെങ്കിൽ നിങ്ങളോട് കൊടുത്തപ്പോൾ സൂപ്രണ്ട് നോക്കാന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ നമ്മൾ മുന്നിൽ തന്നെയാണ് SHO ഇവിടെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ മറുപടി കൊടുക്കുക, റിപ്പോർട്ട് എടുക്കാൻ അന്വേഷിക്കാൻ വേണ്ടി നാളെ വരുമെന്ന് ഞങ്ങളെ മുന്നിൽ തന്നെ വിളിച്ചു പറഞ്ഞത്. SHO ഇവിടെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് വന്ന് അന്വേഷണം പോയിട്ടുണ്ടാവും. ഞങ്ങൾ പിന്നെ ഈ ടെൻഷനിലായതുകൊണ്ട് പിന്നെ അതൊന്നും നോക്കാൻ പോയില്ല. ഇപ്പോൾ ഒന്ന് മരണപ്പെട്ട ശേഷം അത് കൊണ്ടുപോ ഇപ്പോൾ ബോഡി തന്നെ പോലീസ് വന്നിട്ടാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ടോ ഈ ചികിത്സാ പഴവുള്ള? അതായത് ഒരു വശത്ത് ചെയ്യേണ്ടത് മറുവശത്താ ചെയ്തത്. രണ്ട് സർജറിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. 2 സർജറി അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യൂലല്ലോ. ഇടത് കിഡ്നിയും വലത് കിഡ്നിയും അങ്ങനെ മാറ്റി ചെയ്യൂലല്ലോ. അത് 100% ഉറപ്പാണ്. ചികിത്സാ പിഴവ് ആരോപണത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സുനിൽകുമാർ. ചികിത്സാ രേഖകൾ വിദഗ്ധർ പരിശോധിക്കട്ടെ. കൈക്കൂലി നൽകിയെന്ന ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇനിയിപ്പം സൂപ്രണ്ടും പ്രിൻസിപ്പാളും ഒരുമിച്ച് പോയി കാണാം ഒരു കാര്യം പറയാൻ വേണ്ടി. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടപടി ഉണ്ടാവും. അതല്ലാതെ നമുക്ക് പറഞ്ഞിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടല്ലോ, ഇത്രയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗവും അതിനനുസരിച്ചുള്ള ചികിത്സയും അത്ര തന്നെ കോംപ്ലിക്കേറ്റഡാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. എക്സ്പേർട്സ് അത് പരിശോധിക്കട്ടെ. എന്നിട്ട് അവരതിൽ തെറ്റുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗവൺമെന്റ് തലത്തിലോ ഇതിലോ നടപടി ഉണ്ടാവും. സാർ, മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം കുടുംബം പറയുന്നത് ഈ യൂറോളജി വിഭാഗം മേധാവി കൈക്കൂലി വാങ്ങി എന്നുള്ളത്. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അന്ന് ഡോക്ടർ വേണുഗോപാലായിരുന്നു. സാറ് റിട്ടയർ ചെയ്തു. 31-ാം തീയതി റിട്ടയർ ചെയ്തു. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായാൽ സാധാരണ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ആരോപണം കൂടി വരാറുണ്ട്. അങ്ങനെയാണോ അത് ശരിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതേസമയം ചികിത്സാ പിഴവ് ആരോപണം തെറ്റാണെന്ന് യൂറോളജി വിഭാഗം ഡോക്ടർ മണികണ്ഠൻ. എല്ലാ ശസ്ത്രക്രിയകളും നടത്തിയത് കുടുംബത്തിന്റെ അനുമതിയോടെയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചെയ്തത് വലതുഭാഗത്തെ കീഹോൾ സർജറി. ഇടതുഭാഗത്തെ പഴുപ്പ് നീക്കാൻ ചെയ്യാൻ ട്യൂബ് ഇടുകയാണ് ചെയ്തത്. എല്ലാ നടപടിക്രമങ്ങൾക്കും കുടുംബത്തിന്റെ സമ്മതം രേഖാമൂലം വാങ്ങിയിട്ടുണ്ടെന്നും മണികണ്ഠൻ പ്രതികരിച്ചു. നമ്മൾ ഏതൊരു രോഗിയും ഇതുപോലെ ഒരു അപകടകരമായ അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ മേജർ ഓപ്പറേഷൻ ചെയ്യില്ല. പകരം മിനിമം ഓപ്പറേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് ആ പഴുപ്പും മറ്റും നീക്കം ചെയ്യുകയാണ് ചെയ്യുക. അതൊരു ലൈഫ് സേവിംഗ് പ്രൊസീജിയറാണ്. അല്ലാതെ പൂർണ്ണമായ ചികിത്സയല്ല, ഓപ്പറേഷനല്ല. ആ സിറ്റുവേഷനിൽ രോഗിയെ ജീവൻ രക്ഷിക്കാൻ ചെയ്യേണ്ടത് ആ പഴുപ്പ് നീക്കം ചെയ്യാനാണ്. അതെ, ശരീരത്തിൽ എവിടെ പഴുപ്പ് വന്നാലും ആ പഴുപ്പ് നീക്കം ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് ലെഫ്റ്റ് സൈഡിൽ ഇട്ടിരിക്കുന്ന ട്യൂബ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തതല്ല. ആ പഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് രോഗിയുടെ കണ്ടീഷൻ നില മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്തിരിക്കുന്ന ട്യൂബ് ഇടുന്ന PCN എന്ന് പറഞ്ഞ ട്യൂബ് ഇട്ടുകൊടുക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ചെയ്ത കൾച്ചർ റിപ്പോർട്ടിലും ഒരു കൂടിയ ഇനം ബാക്ടീരിയയെ ക്ലെപ്സിയല്ല എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ആളുകൾക്ക് ബാധിക്കുന്ന വളരെ കൂടിയ ഇനത്തിൽപ്പെട്ട ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഈ രോഗിയെ അന്ന് തന്നെ ബാധിച്ചിട്ടുള്ളത്. ആ ട്യൂബൊക്കെ ഇട്ട് കൊടുത്ത് അന്ന് ആന്റിബയോട്ടിക്സ് എല്ലാം കൊടുത്ത് അന്ന് രോഗി സുഖം പ്രാപിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ 2026 ഏപ്രിൽ വീണ്ടും നമ്മൾ സ്കാൻ ചെയ്തു. ആ സമയത്തും കല്ലവിടെയുണ്ട്. ഈ പഴുപ്പ് വരുന്ന കിഡ്നിയിൽ നിന്നൊരു ട്രാക്ക് പോലെ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ 2 സൈഡിലും വലതുവശത്ത് വയറിന്റെ മസിലിൽ വരെ പഴുപ്പ് വന്നിട്ടുണ്ട്.
രണ്ട് സൈഡിലെ കിഡ്നിയിലും പഴുപ്പ് വന്നിട്ടുണ്ട്. ഇടതുവശത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാത്ത വശത്ത് പോലും വലിയ ഒരു സോയാ സബ്സസ് എന്ന് പറയും, എന്ന് വെച്ചാൽ ആ കിഡ്നിയിലും മസിലിനും ചുറ്റുമുള്ള വലിയൊരു പഴുപ്പ് അന്ന് തന്നെ രൂപം പെട്ടിട്ടുണ്ട്. അന്ന് വീണ്ടും ആ ലെഫ്റ്റ് സൈഡിലേക്ക് ആ അബ്സസ് എന്ന് വെച്ചാൽ പഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടി ട്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മേഖലകളിൽ ഇതുപോലുള്ള ചികിത്സാ പിഴവുകളും മരണവും തുടർച്ചയായി ആവർത്തിക്കപ്പെട്ടിരുന്നു. അന്ന് സിസ്റ്റത്തിന്റെ പിഴവെന്ന് പറഞ്ഞ് ന്യായീകരിച്ചവർ വീണ്ടും ഇതുപോലെ, അതായത് ആരോഗ്യമന്ത്രി പറഞ്ഞ് വ്യക്തമാക്കിയ കാര്യം, ഇത്തരം സിസ്റ്റത്തിന് പിഴവുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ ഈ പിഴവുകൾ ആവർത്തിക്കപ്പെടുകയല്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചത്? ടോം, 2025 ഓഗസ്റ്റിലാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം. കോഴിക്കോട് വാണിമേ സ്വദേശിയായ പറമ്പത്ത് റീജിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി യൂറോളജി വിഭാഗത്തിലാണ് അന്ന് പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന് വൃക്കയിൽ കല്ല് ഉണ്ടായിരുന്നു എന്ന അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ആ കല്ല് നീക്കം ചെയ്യുന്നതിനായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആഗസ്റ്റ് 6-ന് റീജിത്തിനെ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. വൃക്കയിൽ ഇടതുഭാഗത്തെ കല്ല് നീക്കം ചെയ്യുന്നതിനായിരുന്നു ശസ്ത്രക്രിയ എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഇടതുഭാഗത്തെ ശസ്ത്രക്രിയയ്ക്ക് പകരം വലതുഭാഗത്താണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ആണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ അന്നു മുതൽ തന്നെ ഈ ശസ്ത്രക്രിയ നടന്നെങ്കിലും രോഗിയുടെ ആരോഗ്യനില ഒട്ടും മെച്ചപ്പെട്ടില്ല. അനുദിനം ആരോഗ്യനില വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പിന്നീട് പല ഇടങ്ങളിലും ചികിത്സ തേടുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. അത്തരത്തിൽ ചികിത്സ തേടുമ്പോഴും ആരോഗ്യനിലയിൽ ഒട്ടും മാറ്റമുണ്ടാവാൻ വരിക. വൃക്കയിൽ നിന്ന് ഈ പഴുപ്പ് പുറത്തേക്ക് എടുക്കുന്നതിനായി നിർമ്മിച്ച ഹോളിൽ വീണ്ടും അവിടെ പഴുപ്പ് ഇങ്ങനെ പുറത്തേക്ക് വമിക്കുന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു. ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതൊക്കെ വരുമ്പോഴും ഈ വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്തിട്ടില്ല എന്നുമാണ് കുടുംബം പറയുന്നത്. ഇതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മെയ് 18-ന് വീണ്ടും റിജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ആരോഗ്യനില അങ്ങേയറ്റം വഷളാവുന്നു. ശ്വാസകോശത്തിനും വൃക്കകൾക്കും അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. മെയ് 30-ന് ICUയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് റിജിത്ത് കഴിഞ്ഞത്. ഒപ്പം ഇന്ന് പുലർച്ചെ ഒടുവിൽ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഇത്തരമൊരു ചികിത്സാ പിഴവുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. എന്നാൽ അത്തരമൊരു പരാതി നൽകിയിട്ടും കൃത്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതായത് ഇന്ന് പുലർച്ചെ മരിച്ച റിജിത്തിന്റെ ആരോഗ്യനില വഷളായി എന്ന് കുടുംബം നേരത്തെ തന്നെ തിരിച്ചറിയുകയും ഈ ആശുപത്രിയിൽ തന്നെ നടത്തിയ ശസ്ത്രക്രിയയുടെ ഭാഗമായുള്ള പിഴവുകളാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബം പറയുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ഈ രോഗിക്ക് അത്തരത്തിലൊരു വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങേയറ്റം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് രോഗി കടന്നു പോയത്. അതുകൊണ്ട് താൽക്കാലികമായി കല്ല് മാറ്റിവെക്കുക എന്നത് പ്രായോഗികമല്ലാഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പഴുപ്പ്, ഈ ബാക്ടീരിയ വഴി ഉണ്ടായിരിക്കുന്ന അണുബാധയുടെ ഭാഗമായുള്ള പഴുപ്പ് നീക്കം ചെയ്ത് രോഗിയെ താൽക്കാലികമായി ഒരു ജീവൻ നിലനിർത്തുക എന്നതിനാണ് തങ്ങൾ മുൻതൂക്കം കൊടുത്തത് എന്നാണ് പറയുന്നത്. അപൂർവമായി മാത്രമാണ് ഇത്തരത്തിലെ ഈ അണുബാധ, ഈ ബാക്ടീരിയൽ സാന്നിധ്യം മൂലമുള്ള അണുബാധ രോഗികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം. ഒപ്പം ക്രിയാറ്റിന്റെ അളവുമൊക്കെ അങ്ങേയറ്റം കൂടുതലായി നിന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ നടത്തിയ ശസ്ത്രക്രിയകളെല്ലാം കുടുംബത്തിന്റെ കൃത്യമായ അനുമതി വാങ്ങി സമ്മതപത്രം അടക്കം വാങ്ങിയാണ് ചെയ്തതെന്നും ഈ യൂറോളജി വിഭാഗത്തിന്റെ മേധാവി ഇപ്പോൾ പറയുന്നുമുണ്ട്. 2 വൃക്കകളിലും കല്ലുകൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. 2015-ലും ഇതിനു മുമ്പ് ശസ്ത്രക്രിയ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ശസ്ത്രക്രിയ നടത്തിയ ശേഷവും രോഗിയുടെ ആരോഗ്യനില ഒട്ടും മെച്ചപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയില്ല. അങ്ങേയറ്റം സങ്കീർണമായ ഒരു ചികിത്സാ രീതിയാണ് തങ്ങൾ ചെയ്തിരുന്നത് എന്നുമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ഒരു 3-അംഗ സമിതിയെ ഇക്കാര്യം പരിശോധിക്കാനായി ആശുപത്രി അധികൃതർ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ഈ ചികിത്സാ രേഖകൾ, രോഗിക്ക് നൽകിയ ചികിത്സ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകിയപ്പോഴുള്ള റിപ്പോർട്ട് എന്നിവയൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ശസ്ത്രക്രിയ ചെയ്ത യൂറോളജി വിഭാഗത്തിലെ മേധാവിയായ ഡോക്ടർ വേണുഗോപാൽ മെയ് 31-ന് സർവീസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സർവീസിലിരിക്കുന്ന ആൾക്ക് എതിരെ എടുക്കുന്ന പോലുള്ള അച്ചടക്ക നടപടികളൊന്നും കൈക്കൊള്ളാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. മറ്റ് ചികിത്സാ പിഴവ് കണ്ടെത്തിയാൽ അതിന് തീർച്ചയായും കഴിയുന്ന രീതിയിൽ അനീഷ്, നമുക്കറിയാം
കഴിഞ്ഞ കാലത്ത്, അതായത് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്ന കാലയളവിൽ നിരവധി ചികിത്സാ പിഴവുകളും അതേ തുടർന്നുള്ള മരണങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒരു നഷ്ടപരിഹാരം നൽകാൻ പോലും അന്ന് സർക്കാർ തയ്യാറായില്ല. മാത്രമല്ല ഈ ആരോപണ വിധേയരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് സമാനമായൊരു ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അത്തരത്തിലൊരു നടപടിക്ക് സാധ്യതയുണ്ടോ? മാത്രമല്ല ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല, അത്തരമൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടോ? ടോം, നമുക്ക് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും ഒരു ചികിത്സാ പിഴവ് മൂലമാണോ ഈ മരണമുണ്ടായത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം അങ്ങേയറ്റം സങ്കീർണമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യാനാണ് എത്തിച്ചതെങ്കിലും അത് നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക്, അതായത് പ്രധാന ശസ്ത്രക്രിയയിലേക്ക് കടക്കാൻ കഴിയാത്ത ആരോഗ്യനിലയായിരുന്നു രോഗിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് താൽക്കാലിക ഒരു ശമനം എന്ന രീതിയിൽ പഴുപ്പ് നിയന്ത്രണ വിധേയമാക്കുക അല്ലെങ്കിൽ അണുബാധ ഇല്ലാതാക്കുക എന്നതാണ് തങ്ങൾ ആദ്യ ലക്ഷ്യം ആയി കണ്ടത് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതെന്ന് നമുക്കറിയാം. പലപ്പോഴും ഈ പ്രായം കുറഞ്ഞ ആളുകൾ, ചെറുപ്പക്കാരൊക്കെ മരിക്കുമ്പോൾ അങ്ങേയറ്റം വൈകാരികമായാണ് കുടുംബത്തിലും അല്ലെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇടപെടുക. അവർക്ക് പലപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ പോലും തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം വൃക്കയുടെ കല്ല് നീക്കം ചെയ്യാനായി ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചാൽ അവർ ഡോക്ടർമാർ അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ADM നവീൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.